SFIO പരിശോധന തടയാൻ എക്സാലോജിക് നീക്കം പരിശോധന തടയണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് ഹർജി നൽകി. KSIDCയിലെ SFIO പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് എക്സാലോജിക്കിന്റെ നീക്കം. അതേസമയം എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. എക്സാലോജിക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റും അദ്ദേഹം പുറത്തുവിട്ടു. വിവരങ്ങളുമായി S. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനെ പരിശോധനയെ ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ എന്തായാലും ഈ SFIO പരിശോധന തടയാൻ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് ഹർജി നൽകിയ സാഹചര്യം, വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, അത് തന്നെയാണ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്നത്. കൊച്ചിയിലെ CMRLന്റെ ഓഫീസിൽ 2 ദിവസം തുടർച്ചയായി പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെ KSIDCയുടെ ഓഫീസിലും ഈ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് തലസ്ഥാനത്തേക്ക് ഇന്നലെ എത്തിയത്. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായക നടപടിയുമായി വീണ വിജയൻ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നിരിക്കെയാണ് SFIOയുടെ ഈ ഒരു അന്വേഷണത്തിന് തടയിടാൻ വേണ്ടി വീണ വിജയൻ കർണാടക കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി അഭിഭാഷകൻ മുഖേന കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. നാളെ ഈ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു നടപടി തന്നെയായിരിക്കും നാളെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇതാദ്യമായാണ് വീണ വിജയൻ ഇത്തരത്തിലൊരു കോടതി നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, എക്സാലോജിക്കിന്റെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ AKG സെന്ററും ക്ലിഫ് ഹൗസും ഉൾപ്പെടുന്നുണ്ട്. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള KSIDCയുടെ ഓഫീസിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം എത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ AKG സെന്ററിലേക്കോ ക്ലിഫ് ഹൗസിലേക്കോ പരിശോധന എത്താനുള്ള സാഹചര്യങ്ങളും ഒരുപക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ SFIO തയ്യാറാകുമെന്നുള്ള കണക്കൂട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിലേക്കുള്ള ദൂരം അധികമില്ല. അത് തടയാനാണ് കേരള ഹൈക്കോടതിയിൽ പോയതും കേരള ഹൈക്കോടതി ഇതുപോലെ ഒളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലേക്ക് ഇതിനൊക്കെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഷോൺ ജോർജ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ വീണ വിജയൻ കുറ്റവാളിയാണെന്നുള്ള സ്വയം സമ്മതിക്കലാണ് എന്നുള്ളതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും ഷോൺ ജോർജ് അങ്ങനെ ഒരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഈ എക്സാലോജിക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഷോൺ പുറത്തുവിട്ടല്ലോ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും ഏറ്റ തിരിച്ചടി നമ്മൾ കണ്ടതാണ്. സമാനമായൊരു നടപടി തന്നെയാണ് ഇപ്പോൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ SFIOയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഏറെ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ, CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ വീണ വിജയന് സംരക്ഷണ വലയം ഒരുക്കുന്നതിലടക്കമാണ് ഷോൺ ജോർജ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും അതിന്റെ തെളിവുകളടക്കം പുറത്തു വിട്ടുകൊണ്ടുമാണ് ഈ ഒരു മാസപ്പടി വിവാദത്തിൽ ഉറച്ച നിലപാട് ഷോൺ ജോർജ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ എക്സാലോജിക് കമ്പനിയെ സംരക്ഷിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംരക്ഷിച്ചുകൊണ്ടും നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും അല്ലെങ്കിൽ പ്രതികരണങ്ങളായിരിക്കും ഇനി CPMന്റെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറിന് മുൻപ് തന്നെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള AK ബാലൻ ഉൾപ്പെടെ വീണ വിജയനെ അനുകൂലിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ളതാണ് CPM ഈ ഘട്ടത്തിലും ഇതിനെ കാണുന്നത്. അതേസമയം തന്നെ കയ്യിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഒരുപക്ഷെ കോടതിയിലേക്ക് ഈ അന്വേഷണത്തെ ഭയന്നുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ വിലങ്ങ് വീഴും ചോദ്യം ചെയ്യലിന് SFIOയുടെ മുന്നിലേക്ക് താൻ എത്തണം എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അഭിഭാഷകനെ ഏർപ്പെടുത്തിക്കൊണ്ട് കർണാടക കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. ഭയക്കാനൊന്നുമില്ല, കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ മുഖ്യമന്ത്രിയും CPMന്റെ മുതിർന്ന നേതാക്കളും പറയുന്നുണ്ടെങ്കിൽ പോലും ഭയക്കാനുണ്ട് എന്ന് തെളിവാക്കുന്നതാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കൽ. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.